നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിസർജ്യ വ്യവസ്ഥ എന്നുള്ള ടോപ്പിക്കാണ്. ബയോളജിയിലെ തന്നെ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും വൃക്കേനെ പറ്റിയാണ്. വൃക്ക, കരൾ അവയൊക്കെ എങ്ങനെയാണ് ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നതിൽ അവയുടെ പങ്കെന്താണെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കോശങ്ങളിൽ നിന്നും ധാരാളം ഉപോൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് അതൊരു പരിധി വരെ കുഴപ്പമില്ല, പക്ഷെ ഒരു നിശ്ചിത അളവിലും കൂടുതലായാൽ അത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ അത് ശരീരത്തിൽ നിന്ന് അപ്പോൾ തന്നെ നീക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ ഉണ്ടാകുന്ന ഉപോൽപ്പന്നം എന്ന് പറയുന്നത്? നമ്മുടെ ശ്വസന പ്രക്രിയയുടെ ഉപോൽപ്പന്നമാണെന്ത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും. അതുപോലെ തന്നെ അമിനോ ആസിഡുകളുടെ ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നതാണ് നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ. അതൊക്കെയാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? ഈ വിസർജ്യ വസ്തുക്കൾ കോശങ്ങളിൽ നിന്നും ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും വ്യാപിക്കുന്നു. രക്തമാണ് ഇവയെ വിസർജനാവയവങ്ങളിൽ എത്തിച്ച് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വിസർജനാവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന ഏതൊക്കെയാണ്? കരൾ അല്ലേ. കരൾ ഒരു വിസർജനാവയവ. കരൾ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നൈട്രജൻ്റെ ഒരു സംയുക്തമാണ് അമോണിയനെ യൂറിയ ആക്കി മാറ്റി പുറന്തള്ളപ്പെടുന്നത് ആരാണ്? കരളാണ്. പിന്നെ ശ്വാസകോശം എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളപ്പെടുന്നു. പിന്നെ ത്വക്ക് വിയർപ്പിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? വിസർജ്യം പുറത്തേക്ക് കളയുന്നു. പിന്നെ ഉള്ളത് വൃക്കയാണ് അല്ലേ. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള വിസർജന അവയവങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് കൂടി പറയാം. വിസർജനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇതാണ്: ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കോശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങൾ ഒരു പരിധിയിൽ കൂടുതലായാൽ ശരീരത്തിന് ഹാനിഗ്രഹമാണ്. അങ്ങനെയുള്ളവ പുറത്തേക്ക് തള്ളപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിസർജനം എന്ന് പറയുന്നത്. വിസർജ്യ വസ്തുക്കൾ കഴിക്കുമ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അതുപോലെ തന്നെ നൈട്രജൻ സംയുക്തങ്ങൾ, പിന്നെ അമിനോ ആസിഡുകളും ന്യൂക്ലിക് ആസിഡിൻ്റെ ഫലമായിട്ടാണ് നൈട്രജൻ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് വിസർജനം എന്നറിയപ്പെടുന്നത്. ഇത് എന്തിനുള്ളതാണ്? ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നതിനുള്ള ഒരു മാർഗങ്ങളിൽ ഒന്നാണ് ഈ ഒരു വിസർജനം എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞത്. കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ടിഷ്യൂ ദ്രവത്തിൽ രക്തത്തിലൂടെയും രക്തമാണ് എവിടെ എത്തിക്കുന്നത്? വിസർജന അവയവങ്ങളിൽ എത്തിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെയും പറ്റി നോക്കാം. ഓരോന്നും എങ്ങനെയൊക്കെയാണ് ഈ ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നതിൽ സഹായിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലേ. കരള്, പിന്നെ ശ്വാസകോശം, പിന്നെ ഏതാണ്? ത്വക്ക് അല്ലേ. ത്വക്കിലൂടെയാണ് വിയർപ്പും ജലമൊക്കെ പോകുന്നത്. പിന്നുള്ളത് യൂറിയയും അതുപോലെ തന്നെ ജലവും പുറന്തള്ളപ്പെടുന്ന ഏത് വഴിയാണ്? വൃക്ക വഴിയാണ് അല്ലേ. വൃക്ക അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് കരളാണ്. കരൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അമിനോ ആസിഡുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന നൈട്രജൻ അടങ്ങിയ സംയുക്തം. അതിൽ പ്രധാനമായിട്ടും ഒന്നാണ് അമോണിയ എന്ന് പറയുന്നത്. ഏറ്റവും ഹാനികരമായിട്ടുള്ള ഒന്നാണ് അമോണിയ. ഈ അമോണിയ അപ്പം തന്നെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ ടിഷ്യൂ ദ്രവം വഴി രക്തത്തിലെത്തുന്നു. അങ്ങനെ രക്തം അതിനെ എവിടെ എത്തിക്കുന്നു? കരളിൽ എത്തിക്കുന്നു അല്ലേ. കരളിലുള്ള രാസാഗ്നികളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നിട്ട് യൂറിയ ആയിട്ട് മാറുന്നു. അതെവിടെ വെച്ച് നടക്കുന്നത്? അത് കരളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ്. യൂറിയ എന്ന് പറയുമ്പോഴത്തേനും താരതമ്യേന വിഷാംശം കുറവുള്ളതും തന്നെയല്ല ജലത്തിൽ നന്നായിട്ട് ലയിക്കുന്നതുമായ പദാർത്ഥമാണ് യൂറിയ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കരളിൽ നിന്നും കരൾ അങ്ങനെയാണ് ഒരു വിസർജന അവയവമായിട്ട് പ്രവർത്തിക്കുന്നത്. അത് പുറത്തേക്ക് പോകപ്പെടുകയും ചെയ്യുന്നു. അതാണ് കരളിൽ നടക്കുന്ന പ്രവർത്തനം. അതുപോലെ നമുക്കറിയാം, വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. പക്ഷേ കരളിന് മറ്റു അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ കരളിൻ്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് കരളിൻ്റെ നാശത്തിലേക്ക് നയിക്കും. നമ്മുടെ ആൽക്കഹോൾ പോലുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുമ്പോൾ കരളിൻ്റെ ആ ഒരു പുനരുജ്ജീവന ശേഷി നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ രക്തത്തിൻ്റെ കാര്യം അല്ലേ. രക്തം എന്താ ചെയ്യുന്നത്? രക്തത്തിന് എന്തൊക്കെ ഫംഗ്ഷനാണുള്ളത് കാണിച്ചിരിക്കുന്നുണ്ടോ? രക്തം ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജന് രക്തത്തിലേക്ക് എത്തുന്നു അല്ലേ. പിന്നെന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും രക്തത്തിലേക്ക് എത്തുന്നു. ചെറുകുടലിൽ നിന്നും പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നു. പിന്നെ യൂറിയയും എങ്ങനെയാണ്? കരളിലുണ്ടാക്കിയ യൂറിയയും രക്തമാണ് അത്
പുറന്തള്ളപ്പെടുന്നത്. രക്തത്തിലൂടെയാണ് എല്ലാം പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് കരളും രക്തവും എന്താണ് ഈ വിസർജന ഈ ഒരു വ്യവസ്ഥയിൽ പങ്കുകൊള്ളുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇപ്പം നമ്മൾ കരളിൻ്റെ കാര്യവും പറഞ്ഞു, അടുത്ത രക്തത്തിൻ്റെ കാര്യവും പറഞ്ഞു അല്ലേ. ഇനി അടുത്ത എന്താണെന്ന് നോക്കി, അടുത്ത വിസർജനാവയവം എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ത്വക്ക് എങ്ങനെയാണ് എന്താ ചെയ്യുന്നതെന്നാണ്. ത്വക്കെന്ന് വെച്ചാൽ നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്കെന്ന് പറയുന്നത്. ത്വക്കിൽ എന്താ കാണപ്പെടുന്നത്? ശ്വേതഗ്രന്ഥികളുണ്ട്. കണ്ടോ, ശ്വേതഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ശ്വേതഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തുകൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്നും ലവണങ്ങളും ജലവും ശ്വേതഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുകയും ഇത് വിയർപ്പ് തുള്ളികളായിട്ട് ത്വക്കിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വിയർക്കലിലൂടെ ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെന്താണ്, അമിതമായ ജലവും ലവണവും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത്, നിർജ്ജലീകരണം. അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വിയർപ്പിലൂടെയും ഒരു പരിധി വരെ എന്താണ് മാലിന്യങ്ങളൊക്കെ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ ത്വക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, വൃക്ക അല്ലേ. വൃക്കേനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ശരീരത്തിലെ ഏറ്റവും പ്രധാന വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. രക്തത്തിൽ നിന്ന് യൂറിയ, പിന്നെ അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളപ്പെടുന്നത് ആരാണ്? വൃക്കയാണ്. ഈ പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് കുട്ടികളോട് ദിവസവും എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്? കുട്ടികൾ 1.5 ലിറ്ററും മുതിർന്നവർ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ വൃക്കയുടെ ഒരു ഘടനയാണ് ഈ കൊടുത്തിരിക്കുന്നത്. വൃക്ക എങ്ങനെയാണ്? മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത് അല്ലേ. അതിൻ്റെ ആകൃതി എങ്ങനെയാണ്? പയറുവിത്തിൻ്റെ ആകൃതിയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവുമുള്ള ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഓക്കെ, അതാണ് വൃക്കയുടെ ഒരു പ്രധാന ഘടകം. ഇതിൻ്റെ വലിപ്പം പറയുവാണെങ്കിൽ 11 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ കനവുമാണുള്ളത്. ഓക്കെ, എത്രയാ? 11 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ കനവുമാണുള്ളത്. പിന്നുള്ളത് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിലേക്ക് എത്തുന്നത്. പിന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. പിന്നെ വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രവാഹിനികൾ വഴിയാണ് മൂത്രസഞ്ചിയിലെത്തുന്നത്. അവിടെ നിന്ന് മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നത്. ഇതാണ് പ്രധാന ഒരു വൃക്കയുടെ ജസ്റ്റ് ഒരു പുറമേ ഉള്ളൊരു ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ടുള്ള ഇത്. കണ്ടോ, വൃക്കാസിര പടത്തിൽ നോക്കി അറിയാം. വൃക്കാസിര, പിന്നെ വൃക്ക നമ്മൾ പറഞ്ഞു. വലത് വൃക്ക ഇടത് വൃക്ക വലത് വൃക്കേനെ അപേക്ഷിച്ച് കുറച്ച് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. പിന്നെന്താണ്, മൂത്രവാഹിനി കുഴൽ വഴി പുറത്തേക്ക് പോകുന്നു. പിന്നെ ഇതിൻ്റെ വലുപ്പം ഓർത്തിരിക്കുക. 11 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ കനവുമാണ് ഉള്ളത്. ഇനി അടുത്ത നമ്മൾ വൃക്കയുടെ ഛേദം, വൃക്കയുടെ പുറമേ ഉള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്കറിയാം വൃക്കയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് എന്ത്, നെഫ്രോൺ എന്ന് പറയുന്നത് അല്ലേ, നെഫ്രോൺ. അപ്പോൾ നെഫ്രോണിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൊണ്ട് നെഫ്രോൺ, അതായത് ഓരോ വൃക്കയുടെയും ഉൾവശത്ത് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. അതിനെയാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. എന്താണ്, വൃക്കയുടെ അതായത് ഓരോ വൃക്കയുടെയും ഉൾവശത്ത് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. അതിനെയാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. നെഫ്രോണാണ് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, നെഫ്രോണുകളാണ് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ. ഇനി അടുത്തത് നെഫ്രോണിൻ്റെ ഘടനയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നെഫ്രോണും വൃക്കകളും തമ്മിലുള്ള ആ ഒരു എടുത്തു കാണിച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഈ വൃക്കയുടെ പുറമേയുള്ള ഇളം നിറത്തിലുള്ള ഭാഗമാണ് കോർട്ടെക്സ് എന്ന് അറിയപ്പെടുന്നത്. കണ്ടോ, കോർട്ടെക്സ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് കണ്ടോ, അതാണ് അരിപ്പകൾ. ആ പടത്തിൽ നോക്കി അറിയാം. പിന്നെന്താണ്, മെഡുല്ല എന്ന് പറയുമ്പോൾ
വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗം. അപ്പോൾ പുറത്ത് ഇളം നിറവും അകത്താണ് കടും നിറം എന്ന് ഓർക്കുക കേട്ടോ. മെഡുല്ല വൃക്കയുടെ ഉള്ളിലുള്ള കടും നിറത്തിലുള്ള ആന്തരഭാഗമാണ് നെഫ്രോണുകളുടെ നീണ്ട കുഴൽ കാണപ്പെടുന്നത് കണ്ടോ. പിന്നെ അടുത്ത പെൽവിസ്. പെൽവിസ് എന്താണ്? അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നെഫ്രോണിൻ്റെ ഒരു ഘടനയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അരിപ്പകൾ കാണിച്ചിരിക്കുന്നു. പിന്നെ മെഡുല്ല. മെഡുല്ല എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ഭാഗമാണ്, കടും നിറവാണ്. കോർട്ടെക്സിന് എന്താണ്? ഇളം നിറവാണ്. പുറത്തുള്ള ഭാഗമാണ് കോർട്ടെക്സ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് വൃക്ക അരിച്ചു മാറ്റുന്നത് എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ നെഫ്രോണുകളുടെ ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് വൃക്കയിൽ അരിക്കൽ നടക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചിരുന്നാലും മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിങ്ങനെ ചോദിക്കാറുണ്ട്, ഓരോ ഭാഗങ്ങളുടെയും ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. അതിൽ നോക്കിക്കേ, ഇതിനകത്ത് വൃക്കയിലെ ഒന്നാമത്തായിട്ട് കാണിച്ചിരിക്കുന്നത് നോക്കിയാൽ എന്താണ്? വൃക്കയുടെ അഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ബോമാൻസ് ക്യാപ്സുൾ എന്താണെന്ന് പറയാം. അതായത് ഈ നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗത്തിനെയാണ് ബോമാൻസ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. കണ്ടോ, നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സൂള്. ഈ ഭിത്തിക്കിടയിലുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് ക്യാപ്സുലാർ സ്പേസ്. ക്യാപ്സുലാർ സ്പേസ്. ഇനി അടുത്ത രണ്ടെണ്ണമാണ് അഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും. എന്താണ് ഇഫറൻറ്റ് വെസൽ? ഇപ്പോൾ പറഞ്ഞ ഈ ബൊമാൻസ് ക്യാപ്സൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ് ഇഫറൻറ്റ് വെസൽ. അപ്പോൾ അഫറൻറ്റ് വെസൽ എന്തായിരിക്കും? ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് അഫറൻറ്റ് വെസൽ. അപ്പോൾ ബൊമാൻസ് ക്യാപ്സൂൾ എന്താണെന്ന് പറഞ്ഞു? കപ്പ് പോലെയുള്ള ഭാഗം. അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ് ഇഫറൻറ്റ് വെസൽ. ഈ ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിലേക്ക് പോകുന്ന രക്തക്കുഴലാണ് എന്ത്? അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് ഗ്ലോമറുലാസ്? അഫറൻറ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറിയ ഭാഗമാണ് ഗ്ലോമറുലാസ്. ഈ അഫറൻറ്റ് വെസൽ നമ്മൾ പറഞ്ഞ എന്താണ്? വൃക്കാധമനിയുടെ ഒരു ശാഖയാണ് അല്ലേ. അത് ഈ അഫറൻറ്റ് വെസൽ ഈ ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിൽ പ്രവേശിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? സൂക്ഷ്മ ലോമികകളായിട്ട് മാറുന്നു. അതിനെയാണ് എന്ത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഗ്ലോമറുലസ്. ഇനി അടുത്തതാണ് ബാഹ്യ നളികാ ലോമികാജാലം. അതെന്താണ്? ഇഫറൻറ്റ് വെസൽ. ഇഫറൻറ്റ് വെസലിൻ്റെ തുടർച്ചയായിട്ട് വൃക്കാനാളികയിലേക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികളാണ് ബാഹ്യ നളിക ലോമികാജാലം. ഒന്നുമില്ല, രക്തം ലോമികളാണെന്ന് മാത്രം ഓർത്തിരുന്ന് വെച്ചാൽ മതി. പിന്നെ അടുത്തതാണ് വൃക്കാനളിക. എന്താണ്? ഈ ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നാളികയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക. അപ്പോൾ ഓർത്തിരിക്കുക, വൃക്കാനളിക എന്തിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നാളിയെയും. ഓക്കെ, ശേഖരണനാളി എന്താണ്? ഈ വൃക്കാനളികകളിൽ വൃക്കാനളികകൾ ചേരുന്ന ഭാഗം ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നു. മൂത്രം ശേഖരിച്ച് പെൽവിസിലെത്തിക്കുന്നത് ആരാണ്? ശേഖരണ നാളിയാണ്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ഫങ്ഷൻ സെപ്പറേറ്റ് പഠിക്കണം. ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. ആദ്യമേ എന്താണ് ഈ ബൊമാൻസ് ക്യാപ്സൂൾ എന്താണെന്ന് ഓർക്കും. ബൊമാൻസ് ക്യാപ്സൂൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നെഫ്രോണിൻ്റെ അറ്റത്തുള്ള എന്താണ്? കപ്പ് പോലെയുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സൂൾ. ബൊമാൻസ് ക്യാപ്സൂളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രക്തക്കുഴലുകളെ അഫറൻറ്റ് വെസലും പുറത്തേക്കുള്ളതാണ് എന്ത്? ഇഫറൻറ്റ് വെസലും. ഈ അഫറൻറ്റ് വെസൽ എന്ത് ചെയ്യുന്നു? ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സൂക്ഷ്മ ലോമികകളായിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് ഗ്ലോമറുലസ്. ഓക്കെ, ഗ്ലോമറുലസ്. പിന്നെ ബാഹ്യനളിക ലോമികാജാലം എന്ന് വെച്ചാൽ ഒന്നുമില്ല, രക്തലോമികൾ തന്നെയാണ്. ഈ ഫ്രണ്ട് വെസലിനെ തുറന്ന് കാണപ്പെടുന്ന രക്തലോമികളാണ് ബാഹ്യനളിക ലോമികാജാലം. ഓക്കെ, പിന്നെന്താണ്? ശേഖരണ നാളി. വൃക്കാനളിക എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നത്? ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്നതാണ് വൃക്കാനളിക. ശേഖരണ നാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മൂത്രം പെൽവിസിലേക്ക് എത്തിക്കുന്നത് ശേഖരണ നാളി വഴിയാണ്. അപ്പോൾ ആ ഘടന മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഘടന വെച്ചിട്ട്, നെഫ്രോണിൻ്റെ ഘടന വെച്ചിട്ട് മൂത്രം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലാതെ നോക്കിയേ, ആദ്യത്തെ പ്രോസസ്സാണ് സൂക്ഷ്മ അരിക്കൽ. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു രക്തത്തിലൂടെയാണ് ഇതെല്ലാം പുറത്തേക്ക് തള്ളപ്പെടുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ രക്തം ഈ ഗ്ലോമറുലസിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ സുഷിരങ്ങളിലുള്ള സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അവിടെ എന്തൊക്കെയുണ്ട്? അഫറൻറ്റ് വെസലിലും ഇഫറൻറ്റ് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസത്തിൽ ഗ്ലോമറുലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം കാരണം ഈ പ്രക്രിയ പെട്ടെന്ന് നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ക്യാപ്സുലാർ സ്പേസിലേക്ക് ശേഖരിക്കുന്നു.
അതായത് ഈ രക്തം ഗ്ലോമറുലസിലൂടെ പോകുമ്പോഴേക്കും അവിടെയുള്ള സൂക്ഷ്മ അരിക്കലിന് വിധേയമായിട്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നു. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ബോമാൻസ് ക്യാപ്സൂളിൻ്റെ ക്യാപ്സുലാർ സ്പേസിലേക്ക് ശേഖരിക്കുന്നു. ഓക്കെ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യുന്നു? ആ ക്യാപ്സുലാർ സ്പേസിൽ എത്തുന്നു. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഉണ്ട്, ജലമുണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, വിറ്റാമിൻസ്, അത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ളത്. എന്തൊക്കെയാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോണുകൾ, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഗ്ലോമറുലസിൽ നിന്നും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എങ്ങോട്ട് മാറി? ക്യാപ്സുലാർ സ്പേസിലേക്ക് ശേഖരിക്കപ്പെട്ടു. ഇനി അടുത്തതാണ് പുനരാഗീരണവും ശ്രവണവും. എന്താണ്? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനാളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ ഇതിനകത്ത് അവശ്യ വസ്തുക്കൾ ബാഹ്യ നളിക ലോമിക ജാലത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. ഇതിൽ ഫുള്ളും മൂത്രമല്ല, കുറച്ച് ആവശ്യമുള്ള വസ്തുക്കളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അതാണ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ശേഖരണനാളിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ബാഹ്യ നളിക ലോമിക ജാലം എന്ത് ചെയ്യുന്നു? ആവശ്യമുള്ള വസ്തുക്കൾ പുനരാഗീരണം ചെയ്യുന്നു. അങ്ങനെ ഈ സൂക്ഷ്മ അരിക്കലിനും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ലോമിക ജാലത്തിൽ നിന്ന് വൃക്ക നളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. കണ്ടോ? പുനരാഗിരണം എന്തൊക്കെയാ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? പുനരാഗിരണം ചെയ്യപ്പെടുന്നു. അതാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അതിനുശേഷം പിന്നുള്ളത് എന്താണ്? ജലത്തിൻ്റെ ആഗിരണമാണ്. ശേഖരണ നാളിയിൽ വെച്ച് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലവും കൂടി എന്ത് ചെയ്യപ്പെടുന്നു? ആഗിരണം ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ള ഭാഗമാണ് മൂത്രം എന്ന് പറയുന്നത്. അപ്പം 3 പ്രോസസ്സുണ്ട്: സൂക്ഷ്മ അരിക്കൽ, പുനരാഗീരണവും ശ്രവണവും, ലാസ്റ്റത്തത് ജലത്തിൻ്റെ ആഗീരണം. പിന്നെ ജലവും ആഗീരണം ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് മൂത്രം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മതി. രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നു? സൂക്ഷ്മ അരിക്കലിന് ശേഷം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപം കൊള്ളുന്നു. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ബൊമാൻസ് ക്യാപ്സൂളിൻ്റെ ക്യാപ്സുലാർ സ്പേസിലേക്ക് ശേഖരിക്കപ്പെടുന്നു. അവിടെ നിന്നും അപ്പം അങ്ങനെ സൂക്ഷ്മ അരിക്കൽ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? ശേഖരണ നാളിയുടെ പുറത്തേക്ക് പോകണം. അങ്ങനെ ശേഖരണ നാളിയിൽ കൂടെ ഒഴുകുമ്പോൾ ഇത് മുഴുവൻ മൂത്രമായിട്ടില്ല, അതിൽ കുറച്ച് ആവശ്യമുള്ള ഘടകങ്ങൾ അതെന്ത് ചെയ്യണം? പുനരാഗീരണം ചെയ്യുന്നു. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഒക്കെ പുനരാഗീരണം ചെയ്തിട്ട് ബാക്കിയുള്ളത്, ഇപ്പോൾ ഇനി വേസ്റ്റാണ്, ആ വേസ്റ്റ് എന്ത് ചെയ്യുന്നു? ശേഖരണ നാളിയിലൂടെ പോകുന്നു. പിന്നെ ഇനി ഇതിനകത്തുള്ളത് കുറച്ച് വെള്ളം, ആവശ്യമുള്ള കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ശേഖരണ നാളിയിൽ വെച്ച് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലവും കൂടി ആഗിരണം ചെയ്യപ്പെടും. അപ്പോൾ ഓരോന്നും ഓർത്തിരിക്കുക. ജലം ആഗിരണം ചെയ്യുന്നത് ശേഖരണ നാളിയിൽ വെച്ചിട്ടാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാക്കിയുള്ള ഓരോന്നും എവിടെയൊക്കെ വെച്ച് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ബാക്കി കിട്ടുന്നതാണ് മൂത്രം എന്ന് പറയുന്നത്. മൂത്രത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഇനി ജലം 96% ജലവും യൂറിയ 2% യൂറിയയും, പിന്നുള്ളത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, അങ്ങനെയുള്ളവ 2%. അതെല്ലാം കൂടെ കൂട്ടി 2%. അപ്പോൾ ജലമാണ് 96% ജലവും 2% യൂറിയയും. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ അരിക്കലെല്ലാം കഴിഞ്ഞ് മൂത്രം റെഡിയായി. ഈ മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു. അത് നിറയുന്നതനുസരിച്ചാണ് മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നത്. അപ്പം മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്ന പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് കറക്റ്റ് സമയത്ത് വെള്ളം കുടിക്കണം, മൂത്രം ഒഴിക്കണം. അപ്പം ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ മൂത്രപഥത്തിലും മൂത്രാശയത്തിലും ഉണ്ടാകാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് മൂത്രാശയത്തിൻ്റെ ആന്തരസ്ഥലത്തിൽ അണുബാധ ഉണ്ടാകും. അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൂത്രപഥത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് യഥാസമയത്ത് നമ്മൾ മൂത്രം പിടിച്ചു വെക്കരുത്, പുറം തള്ളപ്പെടണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഉള്ള ഒരു കാര്യം, മൂത്രം ഉണ്ടാകുന്നത്, അതായത് 1.5 ലിറ്റർ മൂത്രം ഉണ്ടാകാൻ എന്തോരം സമയം വേണമെന്നാണ് പറഞ്ഞത്. നോക്കിയേ, ശരീരത്തിലുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിൽ 350 തവണ 350 തവണയെങ്കിലും വൃക്കയിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ 1800 ലിറ്റർ രക്തം അരിച്ചാണ് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്.
1 മിനിറ്റിൽ ഏകദേശം 127 മില്ലി ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നു. അതിൽ നിന്നും 126 മില്ലി ലിറ്ററും തിരികെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നു. തൽഫലമായി 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും 1.5 ലിറ്റർ മൂത്രമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എത്ര തവണ രക്തം വൃക്കയിലൂടെ കടന്നു പോകുന്നുണ്ട്? 350 തവണ കടന്നു പോകുന്നുണ്ട്. 1800 ലിറ്റർ രക്തത്തിൽ നിന്നാണ് എന്തൂരം കിട്ടിയത്? 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കിട്ടിയത്. അതിൽ നിന്നും പിന്നെ എന്ത് ചെയ്യുന്നു? 1 മിനിറ്റിൽ 127 മില്ലി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ 177 126 പുനരാകിരണം ചെയ്യപ്പെടുന്നു കേട്ടോ. പിന്നുള്ള 1.5 ലിറ്റർ മാത്രമാണ്, 1 ലിറ്ററേ ഉള്ളൂ, അതാണ് മാത്രമാണ് എന്ത് മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അത് ഓർത്തിരിക്കണം കേട്ടോ, ആ കണക്ക് ഓർത്തിരിക്കണം. എത്ര വട്ടം പോകുന്നു, എത്ര ഉണ്ടാകുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ട് PSC. കണ്ടോ, അങ്ങനെയാണ് വൃക്ക ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നതെന്നാണ് പറയുന്നത്. കണ്ടോ, വൃക്ക എന്ത് ചെയ്യുന്നു? മാലിന്യങ്ങൾ പുറന്തള്ളുന്നു, ജലസന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരണം, ആന്തര സമസ്ഥിതി പാലിക്കപ്പെട്ട നിലയിൽ. പിന്നെ ജീവപ്രവർത്തനങ്ങൾ, ആദ്യം എന്താ പ്രവർത്തനങ്ങൾ? ഇവിടെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നു, മാലിന്യങ്ങൾ ആന്തര സമസ്ഥിതിയിൽ വ്യതിയാനം വരുത്തുന്നു, അത് പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ ആ ഒരു സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വൃക്ക ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നത്. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. ആ കണക്ക് ഓർത്തിരിക്കണം കേട്ടോ. എന്തൂരം മൂത്രമാണ് പോകുന്നത്, എന്തൂരമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1.5 ലിറ്റർ മൂത്രം ഉണ്ടാവാനായിട്ട് എത്ര പ്രാവശ്യം രക്തം വൃക്കയിലൂടെ കയറി പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇനി വൃക്കയെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. അത് PSC ചോദിക്കാറുള്ളതാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തതാണ് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണുബാധയോ അല്ലെങ്കിൽ വിഷബാധയോ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് എന്ത്? നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്. വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം, സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. അതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ കലങ്ങിയതും കടുനിറത്തോടും കൂടിയ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണ്ണങ്കാലിലൊക്കെ വീക്കം, അതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ഇനി അടുത്തതാണ് വൃക്കയിലെ കല്ല്. അതെന്താണ്? വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നതിനെയാണ് വൃക്കയിലെ കല്ലെന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണം അടിവയറ്റിൽ വേദന, മൂത്ര തടസ്സം, തലകറക്കം, ഛർദി, അങ്ങനെയൊക്കെ ഉള്ളതാണ് വൃക്കയിലെ കല്ലിൻ്റെ ലക്ഷണങ്ങൾ. ഇനി അടുത്തതാണ് യുറീമിയ എന്താണ്? പലതരം വൃക്കരോഗങ്ങൾ, നെഫ്രൈറ്റീസ്, പ്രമേഹം, രക്താതി മർദ്ദം, അതൊക്കെ കാരണമാണ് എന്ത്? യുറീമിയ ഉണ്ടാകുന്നത്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് എന്താകുന്നു? 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യൂറീമിയ എന്നാണ്. അപ്പോൾ അത് കാരണം യൂറിയയും മറ്റ് വിസർജ്യ വസ്തുക്കളൊന്നും അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്നു. ആ ഒരു അവസ്ഥയാണ് യൂറീമിയ. അതിനൊരു പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീമോ ഡയാലിസിസോ അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കലൊക്കെയാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം പലതരം വൃക്ക രോഗങ്ങളും പിന്നെ അതുപോലെ നെഫ്രൈറ്റീസും പ്രമേഹവും ഒക്കെയാണ് അതിന് കാരണം. 2 വൃക്കയും ഒരേപോലെ തകരാറിലാകുന്നതാണ് യൂറീമിയ. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വിളർച്ച, ശരീരഭാഗം കുറയുക, പിന്നെന്താണ് തലകറക്കം, ശ്വാസതടസ്സം, പിന്നെ വയറിളക്കം, മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുന്നത്, അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം നെഫ്രൈറ്റീസ് വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം, വൃക്കയിലെ കല്ല്, കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടി തരികളായിട്ട് കാണപ്പെടുന്നത്. യുറീമിയ 2 വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമാകുന്നത്. അതിനുള്ള പോംവഴിയാണ് ഒന്നെങ്കിൽ ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ. ഞാൻ അന്നേരം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യമായിട്ട് കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ഡോക്ടറുടെ പേരാണ് വില്യം ജോഹാൻ കോഫ്. ആരാണ്? വില്യം ജോഹാൻ കോഫ്. അദ്ദേഹം ഡച്ച് ഡോക്ടറായ വില്യം ജോഹാൻ കോഫാണ് ആദ്യമായിട്ട് കൃത്രിമ വൃക്ക രൂപപ്പെടുത്തുന്നത്. ഇനി അടുത്ത് നമുക്ക് ഈ ഹീമോ ഡയാലിസിസ് എന്താണെന്ന് നോക്കാം. എന്താ പറഞ്ഞ്? വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പടം കാണിച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ഹീമോ ഡയാലിസിസ് നടത്തുന്നത്. അതായത് ധമനിയിൽ നിന്നും മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് എന്താണ്? ഹെപ്പാരിൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം കുഴലിലൂടെ ഒഴുകുമ്പോൾ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു.
അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ എന്ത് ചെയ്യുന്നു, സിരകളിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെയാണ് ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൃത്രിമ വൃക്ക രൂപപ്പെടുത്തിയ ആരാന്ന് ഓർക്കുക, വില്യം ജോഹാൻ കോഫ്. അപ്പം നമ്മൾ പറഞ്ഞു യുറീമിയയുടെ ഒരു മാർഗം ഹീമോഡയാലിസിസ്, അടുത്ത മാർഗം എന്താ, വൃക്ക മാറ്റിവെക്കൽ അല്ലേ. വൃക്ക മാറ്റി സാധാരണയായിട്ട് കാണുന്ന ഒരു ഇതാണ് വൃക്ക മാറ്റിവെക്കൽ. രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്ക മതിയാകും. എന്നാൽ ഒരു വ്യക്തിയുടെ 2 വൃക്കകളും പൂർണ്ണമായും തകരാറിലാകുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റൊരാളിൽ നിന്നും പ്രവർത്തനക്ഷമമായ ഒരു വൃക്ക സ്വീകരിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. ഈ വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്, പകരം പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിൻ്റെ വൃക്കാധമനിയുമായി വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിൻ്റെ മൂത്രസഞ്ചിയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ജോസഫ് ഇ മുറെ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ആരാണ്, ജോസഫ് ഇ മുറെ. മാറിപ്പോവല്ലേ, കൃത്രിമ വൃക്ക ഉണ്ടാക്കിയെടുത്തത് വില്യം ജോഹാൻ കോഫും ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ചെയ്തത് ജോസഫ് ഇ മുറയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, വൃക്കയെ എടുത്ത് കളയുന്നില്ല, അതിൻ്റെ ചോട്ടിലായിട്ട് അതിൻ്റെ ചുവടെയായിട്ട് പഴയ വൃക്കയുടെ സൈഡിലായിട്ട് പുതിയത് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പടം കാണിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. പൂർണ്ണ ആരോഗ്യവാനായ ആരോഗ്യവാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടോ മറ്റോ മരണപ്പെടുന്ന ആളുടെയോ പൂർണ്ണ ആരോഗ്യവാനായ ആളുടെ വൃക്കയോ എന്ത് ചെയ്യുന്നു, രക്തഗ്രൂപ്പുകളൊക്കെ നോക്കി പൊരുത്തപ്പെടുന്ന വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം, വൃക്ക മാറ്റിവെക്കൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. ആരാന്നും കൂടി ഓർത്തിരിക്കുക, ജോസഫ് ഇ മുറയാണ് ആദ്യമായിട്ട് ആ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി മറ്റ് ജീവികളിൽ എങ്ങനെയാണ് വിസർജനം നടക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഒന്നാമതായിട്ട് അമീബയ്ക്ക് പ്രത്യേക വിസർജന അവയവങ്ങളൊന്നും തന്നെ ഇല്ല. അമീബയുടെ വിസർജ്യ വസ്തു എന്ന് പറയുന്നത് അമോണിയയാണ്. അമോണിയ എന്ത് ചെയ്യുന്ന, കോശത്തിൽ അധികമായി എത്തുന്ന ജലം എന്നിവ സങ്കോചബേനം വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്. പ്രത്യേക വിസർജന അവയവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ വിസർജ്യ വസ്തു ഏതാണ്, അമോണിയയും പിന്നെ ജലവും, അധികമായി എത്തുന്ന ജലവുമാണ് വിസർജ്യ വസ്തു. അപ്പോൾ ഏത് വഴിയാണ്, സങ്കോചഫേനം വഴി. ഇനി അടുത്ത മണ്ണിര അല്ലേ, മണ്ണിരയുടെ വിസർജന അവയവമാണിത് നെഫ്രീഡിയ. എന്താണ്, നെഫ്രീഡിയ. വിസർജ്യ വസ്തു എന്തൊക്കെയാണ്, യൂറിയ, അമോണിയ, ജലം. അതാണ് വിസർജ്യ വസ്തു എന്ന് പറയുന്നത്. ഇനി ഷഡ്പദങ്ങളുടെ വിസർജന അവയവമാണ് മാൾപീജിയൻ നളികകൾ. എന്താണ്, മാൾപീജിയൻ നളികകൾ. അവയുടെ വിസർജ്യ വസ്തു എന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ആണ്. എന്താണ്, യൂറിക് ആസിഡ്. ഇനി അടുത്തത് മത്സ്യങ്ങൾക്ക് എന്താണ്, വൃക്ക തന്നെ ഉണ്ട് അല്ലേ, വൃക്കയാണ് അവയുടെ വിസർജന അവയവം എന്ന് പറയുന്നത്. അവയുടെ വിസർജ്യ വസ്തു എന്ന് വെച്ചാൽ അമോണിയയാണ്. എന്താണ്, അമോണിയ. ഇനി അടുത്ത തവളയ്ക്കും ഉണ്ടല്ലേ, തവള എങ്ങനെയാണ്, വൃക്കയാണ് വിസർജന അവയവം. അവയുടെ വിസർജ്യ വസ്തു എന്ന് പറയുന്നത് യൂറിയ. ഇനി അടുത്തതാണ് ഉരകങ്ങളും പക്ഷികളും. അവയ്ക്കും എന്തുണ്ട്, വൃക്കകളാണ് അരിച്ചു മാറ്റുന്നത്. യൂറിക് ആസിഡാണ് അവയിലെ വിസർജ്യ വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഓരോന്നിൻ്റെ വിസർജ്യ വസ്തുവും വിസർജന അവയവവും ഓർത്തിരിക്കണം. അമോണിയയുടെ വിസർജനാവയവം പ്രത്യേകിച്ചില്ല, സങ്കോചബേനം വഴിയാണ് ധർമ്മം നിർവഹിക്കുന്നത്. മണ്ണിരയുടെ നെഫ്രീഡിയയാണ്. ഷഡ്പദങ്ങളുടെ മാൾപീജിയൻ ട്യൂബുകൾ. പിന്നെ മത്സ്യത്തിൻ്റെയും തവളയുടെയും പക്ഷി ഉരകങ്ങളുടെയൊക്കെ വൃക്കയാണ് വിസർജനാവയവം. ഇനി വിസർജ്യ വസ്തു, അമീബയുടെ വിസർജ്യ വസ്തു അമോണിയയാണ്. മണ്ണിരയുടെ ആണെങ്കിൽ യൂറിയ, അമോണിയ, ജലം. ഷഡ്പദങ്ങളുടെ ആണെങ്കിൽ യൂറിക് ആസിഡാണ്. അതുപോലെ പക്ഷികളുടെയും ഉരകങ്ങളുടെയും വിസർജ്യ വസ്തു യൂറിക് ആസിഡാണ്. മത്സ്യത്തിൻ്റെ വിസർജ്യ വസ്തു അമോണിയായും തവളയുടെ വിസർജ്യ വസ്തു യൂറിയയുമാണ്. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. വിസർജ്യ വസ്തു എന്താണ്, അതുപോലെ വിസർജന അവയവം എന്താണെന്നും സെപ്പറേറ്റ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മനുഷ്യരിലെ കാര്യം പറഞ്ഞു, ജന്തുക്കളിലെ കാര്യം പറഞ്ഞു. ഇനി സസ്യങ്ങൾക്ക് ഇങ്ങനെ വിസർജനം ഉണ്ടോ, അവരെങ്ങനെ പുറന്തള്ളപ്പെടുന്നു നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഒന്നാമതാണ് അവയുടെ ആന്ധ്രരസങ്ങൾ വഴി, ആന്ധ്രരസം അതുപോലെ തന്നെ ലാൻഡിസെൽ അവയൊക്കെ വഴി ഇവർ വിസർജനം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളപ്പെടുന്നത് എങ്ങനെയാണ്, ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്.
ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ ലെൻറ്റിസൽ വഴിയാണ്. അപ്പോൾ പുറത്ത് കണ്ടോ, പടം കാണിച്ചിരിക്കുന്നത് കണ്ടോ, അങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത്. പിന്നെ ഈ പുല്ലുവർഗത്തിൽപ്പെട്ട അതുപോലെ തന്നെ കുറ്റിച്ചെടികളിലൊക്കെ അവയുടെ അഗ്രഭാഗത്ത് സുഷിരങ്ങളായ ഹൈഡത്തോടുകളുണ്ട്. ഹൈഡത്തോടുകളിൽ കൂടി അധിക ജലം പുറത്ത്, അതാണ് ഹൈഡത്തോട്. ഹൈഡത്തോട് കാണപ്പെടുന്നത് പുല്ലുവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലൊക്കെയാണ്. അതുവഴി എന്ത് ചെയ്യുന്നു, അധികമുള്ള ജലം പുറന്തള്ളപ്പെടുന്നു. പിന്നൊരെണ്ണമാണ് കാതൽ രൂപീകരണം. എന്താണ്? ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിൻ്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്ന് അടിഞ്ഞ് കാതൽ രൂപീകരിക്കുന്നു. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചില മരങ്ങളിലൊക്കെ കാണത്തില്ലേ, അതാണ് കാതൽ രൂപി. അതും എന്താണ്, വിസർജ്യം പുറന്തള്ളപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ്. പിന്നെ ഉള്ളത് എന്താണ്, ഇല പൊഴിക്കൽ. ഇലകൾ വളർച്ചയെത്തി കൊഴിയാറാവുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ അവയിൽ തിരിച്ചെടുക്കപ്പെടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, കൊഴിയുന്ന ഇലയിൽ വിസർജ്യ വസ്തുവാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, അതാണ് ഇല കൊഴിയൽ. അപ്പോൾ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയാണ് സസ്യങ്ങളിൽ വിസർജനം നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ആന്ധ്രരസം, ലെൻറ്റിസല്, പിന്നെ ഹൈഡത്തോട് വഴി, പിന്നെ കാതൽ രൂപീകരിക്കും, പിന്നെന്താണ്, ഇല കൊഴിക്കൽ. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയാണ് സസ്യങ്ങളിലും വിസർജനം നടക്കുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഇപ്പോൾ വിസർജനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിന് ബാഹ്യപരിസ്ഥിതിയും ആന്തരപരിസ്ഥിതിയും മാലിന്യമുക്തമാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള മാർഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ കരൾ, വൃക്ക, ത്വക്ക്, ശ്വാസകോശം ഒക്കെ വഹിക്കുന്ന പങ്കാണ് നമ്മളിതിനകത്ത് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു പോയിന്റ് പോലും കളയാതെ നന്നായിട്ട് പഠിക്കുക. വൃക്കയുടെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.